ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തനൂസിൻ്റെ ഒരു യാത്രയാണ് കേട്ടോ. ഒരു വെടിക്കെട്ട് യാത്ര എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, ഒരു 8ൻ്റെ പണി കിട്ടിയ യാത്ര അങ്ങനെ വേണം പറയാൻ. അപ്പം രാത്രിയിൽ ചെറിയൊരു ആഗ്രഹം പറഞ്ഞ് കിടന്നതാണ് കേട്ടോ. വെളുപ്പിന് 3 മണിയായപ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് ആയിട്ടൊരു യാത്ര കിട്ടി. ആ യാത്രയുടെ ഒരു ചെറിയ ത്രില്ലിലാണ് കേട്ടോ ഞാൻ. ആരോടും പറയാണ്ട് പെട്ടെന്നൊരു യാത്രയല്ലേ. അപ്പോൾ അവിടെ ചെന്നതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ട് എല്ലാവരോടും പറയാനേ കരുതി പോയതാണ് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, രാവിലെ അല്ലേ, നല്ല തണുപ്പുള്ള സമയത്ത് ഇറങ്ങിയത്, വെളുപ്പിനെ ഇറങ്ങിയത്, നല്ല മഞ്ഞുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കാട്ടിനകത്തൂടെയൊക്കെയാണ് പോയത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് കാട്ടിലൂടെയുള്ള യാത്രയെന്നൊക്കെ പറയാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലാസ്സൊക്കെ ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ചെറിയൊരു കാറ്റൊക്കെ അടിച്ച് അങ്ങനെ പോകുന്നൊരു സുഖം, ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. രാവിലെ ഒരു ചായയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല വിശപ്പുമുണ്ട്. പോകുന്ന വഴിക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നതിനിടയ്ക്കാലും നമ്മുടെ വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്ന ഒരു പ്രത്യേക വിളിയാണ്. അപ്പം ഇനി ഒരു ഹോട്ടൽ തപ്പിയെടുക്കണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊരു ഹോട്ടൽ കണ്ടിട്ട്, മൗണ്ടൻ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. വണ്ടിയൊക്കെ ഒരുക്കി ഇനി വിശപ്പ് മാറ്റിയിട്ടുള്ള പരിപാടിയുള്ളൂ കേട്ടോ, ബാക്കി കാര്യങ്ങൾ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. പോയി കഴിച്ചാലോ. അടിപൊളി ഒരു ഹോട്ടലാണ് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വ്യൂ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഇതാണ് ഇവരുടെ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയാണ് കാണാൻ, സെറ്റാണ്. അത് മാത്രമല്ല നല്ല തിരക്കുമുണ്ട്, നല്ല അടിപൊളി ഫുഡുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഉടനെ നമുക്ക് വളഞ്ഞങ്ങാനത്തൊരു നമ്മുടെ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാനും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഇത്തിരി നേരം ചിലവഴിച്ചു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഈ പോകുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് ചെറുതായിട്ട് കത്തുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമുക്കറിയാമല്ലോ, ഓരോരുത്തർ പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവർക്ക് ആ പോയ ഏരിയകളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാനാണെങ്കിലും അങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ നമ്മുടെ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തായിട്ട് പോയിട്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ദാണ്ട് ഇതേനൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്ത് അകത്തോട്ട് കയറുന്ന സൈഡിൽ നമ്മൾ കയറുമ്പോൾ തന്നെ കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അഡ്വഞ്ചറായിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ഓരോന്നിനും ഏജ് അനുസരിച്ചിട്ടാണ് കേട്ടോ കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാൻ ആഗ്രഹിച്ചത്, ഇത് സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറയല്ലോ, നമ്മുടെ വാഗമണാണ് കേട്ടോ. വാഗമൺ പോകണമെന്ന് ഒത്തിരി നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്, പക്ഷേ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എത്തിപ്പെട്ട സ്ഥലമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ കയറി വരുന്ന സമയത്ത് സൈക്കിൾ റൈഡിങ് ആയാലും പിന്നെ അല്ലാണ്ട് സിപ്പ് ലൈൻ ആയാലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിലെല്ലാം കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിന് നല്ല പേടിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഉയരം ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അതിലൊന്നും ഞാൻ കയറിയിട്ടില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 4 ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 4 ടിക്കറ്റ് എടുത്തതിന് ശേഷം നോക്കിയപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് 4 മണി സമയമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം ഇനിയുണ്ടല്ലോ, 4 മണി വരെ നമുക്ക് ഇതിനകത്ത് കാണാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ്ട് ഇതേ കണക്കുള്ള അഡ്വഞ്ചറായിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ടു നിൽക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് കൂടുതലും ഉള്ളത്. നല്ല പേടിയില്ലാത്ത ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല വാഗമൺ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സമയം ഭയങ്കര മോശമാണ്. നിങ്ങൾ കറക്റ്റ് ഏകദേശം ഒരു 9 മണിക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ടിറങ്ങാനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് ദൂരെ നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്, കിടുവാണ്. പക്ഷേ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം ബാക്കി എന്താ പരിപാടിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടു തീർന്നിറങ്ങാൻ പറ്റും. കാരണം ഇതെല്ലാം കണ്ടു തീർന്നിറങ്ങിയിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ വാഗമൺ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ. നമ്മുടെ മൊട്ടക്കുന്നുണ്ട്, അതിനങ്ങനെ തങ്ങൾപ്പാറയുണ്ട്, പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടിറങ്ങണമെങ്കിൽ ഇച്ചിരി സമയം വേണം. അതുകൊണ്ട് ആ ഒരു 4 മണിയുടെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റിൻ്റെ സമയം നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പാസ് കൈ വെച്ചിട്ട് തന്നെ അവിടെ ചോദിച്ചിട്ട് തന്നെ ഇറങ്ങാൻ നോക്കുക. അതിനുശേഷം ഞങ്ങൾ നേരെ എത്തിയത് തങ്ങൾപ്പാറയിലേക്കാണ് കേട്ടോ. തങ്ങൾപ്പാറയുടെ കവാടമാണ് ഇത്, ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഇവിടെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും, ആ സൈഡിലുള്ള നല്ല പൊടിയാണ്, അത്രയ്ക്ക് പൊടിയായി. വണ്ടികൾ പോയി ഇഷ്ടംപോലെ പൊടിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ദാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ഇതേ കണക്കാണ് സ്റ്റാർട്ടിങ് തങ്ങൾപ്പാറയിലോട്ട് കയറാനുള്ള ആ ഒരു എൻട്രി ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ കയറി വരുന്ന ഈ ഭാഗത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഇതേ കണക്ക് ദാണ്ട് അവിടുത്തെ ഒരു റൗണ്ടിലുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല നമ്മൾ മേലോട്ട് കയറുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന അടിപൊളി ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ദാണ്ട് ഇതേ കണക്ക് കുറച്ച് കയറിയപ്പോഴത്തേക്ക് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തോന്നിയില്ല എനിക്കിങ്ങനെ കയറാൻ പറ്റുമെന്ന്.
ഇങ്ങനെ നമ്മൾ എത്രത്തോളം പറയുന്നതിലല്ല, നമ്മൾ പോയി ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതാണ്ട് ഏകദേശം കയറി ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. ചെറിയൊരു പാറയാണ്. ഇവിടെ മഹാനായ ഒരു ഉസ്താദ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പാറയെന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഇത് വലുതായിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ചെറിയൊരു അരുവി പോലെയുണ്ട്. ചെറിയ അരുവി എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഇത്തിരി വെള്ളം വരുന്ന ഭാഗം. ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് കേട്ടോ. അവിടെ എപ്പോഴും വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. അത് എത്ര ഉണക്കാണെങ്കിലും അവിടെ വെള്ളം ഉണ്ടാവും. ചിലവർ ഈ അസുഖങ്ങൾക്കോ ഇതിനൊക്കെ വരുന്ന സമയത്ത് കുപ്പിയിൽ എടുത്തിട്ട് പോകും. ഞാനും എടുത്തു കേട്ടോ ഒരു കുപ്പി വെള്ളം. അങ്ങനെ എടുത്ത്. നല്ല തണുപ്പാണ്. നമ്മുടെ പാറയിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളമല്ലേ, നല്ല തണുപ്പാണ്. കുടിക്കാനും നല്ല ശുദ്ധമായ വെള്ളമാണ്. പിന്നെ നമ്മുടെ ആ പള്ളിയുടെ ആ ഒരു മക്കാമിൻ്റെ അടുത്ത് ചെറിയൊരു തണലുള്ള അത്തിമരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. അവിടെ തണലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ വേണമെങ്കിൽ ഇച്ചിരി ഇരുന്ന് റെസ്റ്റ് എടുത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തതിന് ശേഷം വളരെ വൃത്തിയുള്ളൊരു സ്ഥലമാണ്. അതെല്ലാം കണ്ട് നേരെ ഇറങ്ങി വരിക. വന്നതിന് ശേഷം ഇങ്ങനെ വരുന്ന സമയത്താണ് അടുത്ത് നമുക്ക് വരുന്ന പൈൻ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ പൈൻ ഫോറസ്റ്റിൽ ടിക്കറ്റ് എടുത്ത് കയറുക. അപ്പോൾ ഇവിടെ എല്ലാം വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം കേട്ടോ. ടൈം പക്കാണ്. നമുക്ക് തങ്ങൾപ്പാറയിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ വന്ന് ഫുഡ് കഴിക്കാൻ തന്നെ ഞങ്ങൾ കയറിയത് ഒത്തിരി പാടുപെട്ടിട്ടാണ്. ഓരോ റെസ്റ്റോറൻറ്റിലും കയറിയിട്ട് നമ്മൾ സ്ഥലമുണ്ടോ നോക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് കെയറായിട്ട് ടൈം നോക്കി വേണം ഓരോ സ്ഥലത്തും പോകും. ഒരു ദിവസം കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ വാഗമൺ കണ്ടു തീർക്കാനേ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ പൈൻ ഫോറസ്റ്റിൽ സൂക്ഷിച്ച് തന്നെ നടന്നിറങ്ങി പോവുക. കാരണം എന്ന് പറഞ്ഞാൽ തെന്നി വീഴാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ ആ ഒരു കരിയില സംഭവങ്ങളുണ്ടല്ലോ, ആ ഒരു ഇലയൊക്കെ പൊഴിഞ്ഞ് വീണ് നമ്മളെപ്പോൾ നടന്നാലും സ്കിപ്പായി പോകുന്ന ആ ഒരു രീതിയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നല്ലതുപോലെ ഒന്ന് ആസ്വദിക്കാൻ പൈൻ ഫോറസ്റ്റ് പറ്റിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി. കാരണം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടൈം ആയല്ലോ. 4 മണിക്കാണ് ടൈമെങ്കിലും ഞങ്ങൾ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്ക് 4:30 ആയി. 4:45 ടൈം കൂടുതലായി. അപ്പോൾ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഇതാണ്. ഒരാൾക്ക് 250 രൂപയാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ 250 രൂപയാണ്. അപ്പം 5 മിനിറ്റ് സമയം മാത്രമേ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ 250 രൂപയ്ക്ക് നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഈ 250 ഒരു ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. കാരണം 5 മിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടൈം നമുക്ക് തരുന്ന ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അത്രയും പോയി ഇച്ചിരി നേരമൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിന് ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട്, നല്ല പേടിയുണ്ട്. എങ്ങനെങ്ങാണ്ടൊക്കെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് കേട്ടോ. ഈ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ദൂരെയും നമ്മൾ നേരത്തെ കണ്ട കണക്കല്ല. നമ്മൾ അടുത്ത് ചെന്ന് അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഹൈറ്റ് നല്ല കൂടുതലാണ്. നല്ലതുപോലെ പേടിയോ, ഞാൻ നല്ല രീതിയിൽ കരഞ്ഞിട്ടാണ് കേട്ടോ അതിൽ നിന്ന് ഇറങ്ങിയത്. നല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ഹൈറ്റ് കൂടുതലാണ്. പേടിയുള്ളവർ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനേ നിൽക്കില്ല. ഞാൻ അവസാനം അവിടുന്ന് എങ്ങനെ ഇറങ്ങണമെന്ന് അറിയാൻ വയ്യാണ്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി അങ്ങ് എൻ്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള, കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ആ ഒരു കുഞ്ഞു ഗെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ വാഗമണിൻ്റെ ഏറ്റവും അടിഭാഗം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് വ്യൂ പോയിൻ്റ് കിടപ്പുണ്ട്. അപ്പോൾ വ്യൂ പോയിൻറ്റിലോട്ട് കയറി വരുമ്പോൾ രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിപ്പ് ലൈനും സൈക്കിൾ റൈഡിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ വരുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും. വേണമെങ്കിൽ പോവാം കേട്ടോ. 450 രൂപ 300 രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് സിപ്പ് ലൈനിൻ്റെയൊക്കെ റേറ്റ്. ഏറ്റവും ടോപ്പിൽ കയറുമ്പോൾ വ്യൂ പോയിന്റിൽ നമുക്ക് ഇതാണ് കറക്റ്റ് വ്യൂ ആയിട്ട് വാഗമണിൽ കിടക്കുന്നത്. ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. എന്താണോ എന്ന് വെച്ചാൽ അത് മൊത്തം കാണാൻ പറ്റുന്ന അടിപൊളി ഒരു സംഭവമാണ് നമ്മുടെ വ്യൂ പോയിന്റ്. 2 വ്യൂ പോയിന്റ് ഉണ്ട്, ഒന്ന് അപ്പുറത്തുണ്ട് ഒന്ന് ഇപ്പുറത്തുണ്ട്. നല്ല അടിപൊളി. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു കൂര പോലെ കാണുന്നില്ല, അതാണ് അടുത്ത വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന കുട്ടികൾക്കുള്ള ഗെയിമിംഗ് സെൻറ്റർ. പക്ഷേ നമ്മൾ ഈ കണ്ടു വരുന്ന സമയം ലാസ്റ്റ് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിലും വ്യൂ പോയിന്റും ഒക്കെ കയറി വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോകും. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആവും. അതുകൊണ്ട് ടൈം നല്ലതുപോലെ നോക്കി വേണം നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി കയറിയിട്ടും ഇറങ്ങിയിട്ടും ഒക്കെ വരാൻ വേണ്ടിയിട്ട്. അവസാന സന്ധ്യയായപ്പോൾ ഞങ്ങൾ ഓടി പിടിച്ചാണ് ഇതിനകത്തൊക്കെ ജസ്റ്റ് കുഞ്ഞുമക്കളെയും കൊണ്ട് കയറിയൊക്കെ വന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കയറാൻ പറ്റി നമുക്ക് കാണുമ്പോൾ കയറാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടേക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ടിറങ്ങി. പിന്നെ കണ്ടിറങ്ങിയതിന് ശേഷം കുറേയൊക്കെ അങ്ങ് വിട്ടുപോയി കേട്ടോ. എല്ലായിടത്തും ഒന്നും കയറാൻ പറ്റില്ല, കുറേയൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയെന്ന് വേണം പറയാൻ. 6 മണിക്ക് തുടങ്ങുന്ന ഒരു ഇതുണ്ട്, ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ആ ഗാർഡനിൽ നമുക്ക് ഇതാണ് കേട്ടോ കയറണം. അപ്പോൾ ആ ഗാർഡനിൽ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ 6 മണിക്ക് കയറിയാൽ 10 മണിക്കായാലും 10:30 ആയാലും 11 മണിയായാലും ഇറങ്ങാൻ പറ്റാത്ത അത്ര കാഴ്ചകളുണ്ട്.
ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടെ DJ ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ ഫുഡും കാര്യങ്ങളും അവിടെ വെച്ച് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പറയുക, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ ഇതേ കണക്കാണ് കാണുന്നത്. ഇതിനകത്ത് കുറച്ച് എല്ലാ ഭാഗത്തും ആന്തൂര്യത്തിൻ്റെ തന്നെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാനും ആ ഗാർഡനിൽ നിന്ന് നമുക്ക് പറ്റും കേട്ടോ. ചെറിയ ചെറിയ തൈകളായിട്ട് അവർ നമുക്ക് തരും. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഇങ്ങനെ നടന്ന് ചെല്ലുന്ന സമയത്ത് DJ ഡാൻസിൻ്റെ കുറേ സെക്ഷനായിട്ട് അവിടെ ഇങ്ങനെ പല സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരിങ്ങനെ പ്രത്യേകം ഇതേണൊക്കെ കെട്ടി ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനൊക്കെ സെറ്റപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇറങ്ങുമ്പോഴത്തെ തന്നെ മണി 10 കാറ് കൊണ്ടുവന്ന് അപ്പുറത്തെ സൈഡിലിട്ടേക്ക്. ഇനി ഇത്രയും ദൂരം നടന്ന് വേണം വരാൻ. ഒരാൾ പോലും നമുക്ക് പറഞ്ഞു തരത്തില്ല കേട്ടോ, ഇത്രയും ഇങ്ങനെ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ പാർക്കിംഗ് ചെയ്യുന്ന സമയത്തും അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ കെയർ ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടുവും. 10 മണിക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ 11:30 വരെ ഞങ്ങൾ കാറും തപ്പി നടന്നതാണ് കേട്ടോ.